Hey guys, welcome back to another brand new episode. Guys, നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളിൽ പലരും ടൈറ്റിൽ കണ്ടിട്ട് തന്നെയാണ് നോക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യാപ്സ്യൂൾ കൈൻഡ് ഓഫ് വീഡിയോ ആണ്. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു PC ബിൽഡ് ചെയ്യുന്ന ഒരു എല്ലാവർക്കും അതിലിപ്പോൾ നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റർ ആവാം, എഡിറ്റേഴ്സ് ആവാം, VFX ആർട്ടിസ്റ്റ് ആവാം, ഗെയിമേഴ്സ് ആവാം, സ്ട്രീമേഴ്സ് ആവാം, അങ്ങനെ ഇഷ്ടം പോലെ പൊസിഷൻസ് ഉണ്ട് ഈ ഒരു PC യൂസേജിൽ. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഏത് തന്നെ ആയാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ സ്പെക്ക് ഉള്ള PC നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും. അത് എന്തുകൊണ്ടാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഈസ് പ്രശാന്ത് ആൻഡ് യു ആർ വാച്ചിങ് GeekBoZ TV. ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമ്മുടെ ഒരു PC ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തെടുക്കേണ്ടത് നിങ്ങളുടെ പ്രൊസസ്സറാണ്. അപ്പോൾ പ്രൊസസ്സർ നിങ്ങൾക്ക് AMD ഉണ്ട്, ഇന്റൽ ഉണ്ട്. AMD ഓർ ഇന്റൽ ഒരു കോമ്പറ്റീഷൻ വാർ തുടങ്ങിയ വർഷങ്ങളായി. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പർപ്പസ് എന്താണ്? നിങ്ങളൊരു ഗെയിമർ ആണ് എന്നുണ്ടെങ്കിൽ, അതും ബഡ്ജറ്റ് സെഗ്മെന്റ് ഒക്കെ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു APU ബേസ്ഡ് പ്രൊസസ്സറിലോട്ട് പോകാവുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ മാറ്റാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ APU എന്തായാലും വേണം. പിന്നെ അതിലുപരി APU ബഡ്ജറ്റ് സെഗ്മെന്റ് മാത്രമേ നിങ്ങൾ നോക്കാവൂ. അതിൽ 2-3 സെഗ്മെന്റ് ഉണ്ട്. 4350G റൈസ് ഉണ്ട്, അതേപോലെ 3200G, അതേപോലെ തന്നെ 4650G, 5600G, അങ്ങനെ കുറെ G സീരീസ് പ്രൊസസർ AMDയിലുണ്ട്. ഇന്റലിലാണെങ്കിൽ എഫും കെയും ഒഴിച്ചിട്ടുള്ള സീരീസുകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക APU ബേസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇന്റൽ ഓർ AMD ബഡ്ജറ്റ് ഗെയിമേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു APU ബേസ്ഡ് പ്രൊസസർ ചൂസ് ചെയ്യുക. ഇനി ഒരു കോണ്ടന്റ് ക്രിയേറ്ററോ അത്യാവശ്യം നിങ്ങളെ എഡിറ്റിങ്ങിലൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു X സീരീസ് പ്രൊസസർ റൈസണിൽ എടുക്കാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്റലിന്റെ ആണെങ്കിൽ F സീരീസോ K സീരീസോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഹയർ എൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ വീഡിയോ എഡിറ്റേഴ്സ്, VFX ആർട്ടിസ്റ്റ്, ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് 30,000 രൂപയ്ക്കും 50,000 രൂപ ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് ഒരു നല്ലൊരു PC ചെയ്യാൻ പറ്റുമെന്ന്. ആ സമയത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്റലിന്റെ കോർ i7 i9 ചൂസ് ചെയ്യാം. ഇനി കുറെ കൂടെ ബെറ്റർ ആയിട്ട് റൈസൺ സെഗ്മെന്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ റൈസൺ 7 5800X ഓർ റൈസൺ 9 5900X നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലും മുകളിൽ വർക്ക് സ്റ്റേഷൻ റേഞ്ചിലൊക്കെ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ 5950X ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പ്രൊസസ്സർ എന്ന് പറയുന്ന ഫസ്റ്റ് കാറ്റഗറി നിങ്ങൾ സേവ് ചെയ്ത് നല്ലൊരു സാധനം ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസിനെ അത് ഇംപ്രൂവ് ചെയ്യും. നിങ്ങളുടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡുമാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അധികം പൈസ ചിലവാക്കാതെ തന്നെ നിങ്ങളുടെ PC അപ്ഗ്രേഡ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ ബോർഡാണ്. ഒരു PCയുടെ ഏറ്റവും ബേസ് നിങ്ങൾക്കറിയാം. മദർ ബോർഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസ് ലൈൻ ആയിട്ടുള്ള സാധനമാണ്. ആ മദർ ബോർഡിൽ വെക്കേണ്ട കോമ്പണന്റ് ആണ് ബാക്കി എല്ലാ സാധനങ്ങളും പറയുമ്പോൾ RAM ആയിക്കോട്ടെ, SSDs ആയിക്കോട്ടെ, പ്രൊസസ്സർ ആയിക്കോട്ടെ, എല്ലാം എവറിത്തിങ് കംസ് അണ്ടർ മദർ ബോർഡ് കാറ്റഗറിയിലാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മദർ ബോർഡ് ചോയ്സ് ഏറ്റവും ബെസ്റ്റ് VRM സെക്ഷനും അത്യാവശ്യം ഫീച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു മദർ ബോർഡ് തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഫ്യൂച്ചർ അല്ല ഗൈസ്, ഫീച്ചർ തന്നെയാണ് ഞാൻ പറഞ്ഞത്. വേറൊന്നും കൊണ്ടല്ല. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ USB 3.0, അതേപോലെ തന്നെ 4 RAM സ്ലോട്ട്, M.2 Gen 4 ആർക്കിടെക്ചറിലുള്ള ഒരു മദർ ബോർഡ് സെക്ഷൻ, അതൊക്കെ ആകുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. അവിടെ മദർ ബോർഡിൽ ഏതൊരു രീതിയിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. അത് നിങ്ങൾ ഗെയിമർ ആയിക്കോട്ടെ, എഡിറ്റേഴ്സ് ആയിക്കോട്ടെ, കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, നിങ്ങൾ ആര് തന്നെ ആയിക്കോട്ടെ, എപ്പോഴും ബോർഡിന്റെ ക്വാളിറ്റി പ്രീമിയം ആണ്. ഇല്ലെങ്കിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാത്രം കിടന്ന് ഓടേണ്ടി വരും. ബോർഡുകളാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പേഴ്സണൽ ഫേവറേറ്റ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ASUS ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MSIയും നോക്കാവുന്നതാണ്. പിന്നെ ആസ്ട്രോക്കും വലിയ തരക്കേടില്ലാത്ത ബോർഡുകളാണ്. അപ്പോൾ മറ്റുള്ള ബ്രാൻഡ്സിനെ പറ്റി ഞാൻ പറയുന്നില്ല. അപ്പോൾ കംപ്ലൈൻറ്റ്സ് എന്നുള്ളതും ആഫ്റ്റർ സെയിൽ സർവീസിനും പ്രാധാന്യം കൊടുത്തെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ASUS ഈസ് എ നമ്പർ 1 ബ്രാൻഡ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ASUS തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പിന്നെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നല്ല ആഫ്റ്റർ സെയിൽ സർവീസാണ് ASUSനുള്ളത്. ഡെഫിനറ്റ്ലി ഐ പിക്ക് മൈസെൽഫ്. ഞാനൊരു PC എടുക്കുകയാണെങ്കിൽ ASUS എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങളത് ബഡ്ജറ്റ് നോക്കിയതിനു ശേഷം മാത്രം കേട്ടോ. തീരെ കുറഞ്ഞ A320 AMDയിലാണെങ്കിൽ A320 ഉണ്ട്. എന്താ പറയുക, ഇന്റൽ ഏറ്റവും കുറഞ്ഞ പല സെഗ്മെന്റ്സും പല സീരീസ് പോലെ ഇരിക്കും സെഗ്മെന്റ് മദർ ബോർഡ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് വളരെ ടൈറ്റ് ആണ്, വളരെ കുറവാണ്, എനിക്കിതേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് ചൂസ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ ഫീച്ചർ പ്രൂഫ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ സീരീസ് ഓഫ് ചിപ്സെറ്റ് എടുക്കുന്നത് നിങ്ങളുടെ PCയുടെ ഹെൽത്തിനും നിങ്ങളുടെ പോക്കറ്റിനും സേവിങ് ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കാമെന്ന്. അല്ല, ഗ്രാഫിക്സ് കാർഡ് അല്ല.
ഹാർട്ട് ഓഫ് ദ പി സി എന്ന് പറയുന്ന PSU ആണ്. അതായത് പമ്പ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പവർ സപ്ലൈ ആണ് നമ്മൾ ഈ ഒരു ഇതിനുള്ള എല്ലാ പവർ എനർജി പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ പവർ സപ്ലൈ എപ്പോഴും ഫ്യൂച്ചർ പ്രൂഫ് തന്നെയായിരിക്കും. മിനിമം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഓൾമോസ്റ്റ് PSUസും ഒരു 80+ ബ്രോൺസ് ഒക്കെയാണ്, ബ്രോൺസ് ഓർ ഗോൾഡ് ഒക്കെയാണ്. അതിന് 5 year ആൻഡ് എബോവ് വരെ വാറണ്ടി കിട്ടാറുണ്ട്. മിനിമം 3 year ഉണ്ട് കേട്ടോ. അപ്പം 5 വർഷത്തേക്ക് ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ SMPസിന്റെ പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. മറ്റുള്ളവർ എന്തും പറയട്ടെ, നിങ്ങളുടെ PC നിങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസസ്സറിനെ പോലെയും മദർ ബോർഡിനെ പോലെയും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ PSUവിന് കൊടുക്കുക. ഇനി ഇതിലും ഒരു എക്സംഷൻ ഉണ്ട്. വേറെ ഒന്നുമല്ല, ബഡ്ജറ്റ് വളരെ ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ 450 നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റിന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു PC എടുക്കുമ്പോൾ 1-2 മാസത്തേക്കോ 1-2 വർഷത്തേക്കോ അല്ല ആൾക്കാർ എടുക്കുന്നത്. പൊതുവെ ഒരു 3-4 വർഷം എങ്കിലും യൂസ് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു PSU ചൂസ് ചെയ്യുക. അതും മിനിമം ബ്രോൺസ് ഓർ ഗോൾഡ് എങ്കിലും പോകാൻ ശ്രമിക്കുക. ബഡ്ജറ്റ് കുറവാകുന്നവർ അതിലിട്ട് ഞാൻ ഫുള്ളി പറയുന്നില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ്പോൺ യു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങളൊരു PC ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് എന്തായാലും വേണം. ആ കൺസൾട്ടേഷന് വിളിക്കേണ്ട നമ്പർ GeekBoZന്റെ നമ്പർ താഴെയുണ്ട്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം. അതും PC എടുക്കാനോ എടുപ്പിക്കാനോ വേണ്ടിയല്ല നമ്മൾ വിളിക്കുന്നത്, നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് കൺസൾട്ടേഷൻ എടുക്കാം. നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് നമ്മൾ തരുന്നതായിരിക്കും. അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ആബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത്. പിന്നെ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് താല്പര്യമുണ്ട് കാണാനെങ്കിൽ ഡെഫിനറ്റ്ലി അതും കമന്റ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഡിസ്കോഡും കൂടെ പറ്റുവാണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക. സോ ഗൈസ്, അടുത്ത വീഡിയോ കാണുമ്പോൾ പ്രശാന്ത് ആദി സൈനിങ്.